ഈ ഒരു കൗണ്ടർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫ്രണ്ടിൽ കേക്കുണ്ട്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കച്ചവടം ചെയ്യുന്നത് പടക്കങ്ങളാണ്. എന്നുവെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ കത്തുന്ന സാധനങ്ങൾ, എക്സ്പ്ലോസീവ്സ്. ഇതിനൊക്കെ ശരിക്കും എന്ത് സുരക്ഷാ മാനദണ്ഡമാണുള്ളത്? ഇത് കൂടുതലും സീസൺ കച്ചവടമാണ്, സമ്മതിക്കുന്നു. പക്ഷേ കച്ചവടം ചെയ്യുന്നത് മുഴുവനും അല്ലെ കൗണ്ടറിലിരിക്കുന്നത് മുഴുവനും പിള്ളേരാണ്. ഒരു കവറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, തികച്ചും ഓപ്പണായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇവർക്കിതിൻ്റെ സുരക്ഷയെക്കുറിച്ച് അറിയാമായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ നമ്മുടെ അധികാരികൾ അതൊന്നും ശ്രദ്ധിക്കുന്ന കൂടിയില്ല. ശരിക്കും മറ്റുള്ള കച്ചവടങ്ങൾ പോലെയല്ല, ഇത് വളരെ ഡേഞ്ചറാണ്. വഴിയെ പോകുന്ന ആളുകൾ ചിലപ്പോൾ ഒരു വീടിക്കുറ്റി വലിച്ചെറിഞ്ഞാൽ തീ പിടിക്കാം. അടുത്തൊരു ഗ്യാസ് വണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസിൽ ഓടുന്ന ഒരു വാഹനമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് ഏകദേശം ഊഹിച്ച് നോക്കാം. പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും. നമുക്ക് ക്രോണിക് വാച്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു സീനുണ്ട്, ഒരു പടക്കക്കടയ്ക്ക് തീ പിടിക്കുന്നത്. അവരത് വളരെ സിമ്പിളായിട്ടേ കാണിച്ചിട്ടുള്ളൂ. അത് എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ശിവകാശിയിലൊക്കെ ഓരോ കാര്യങ്ങൾ കേട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ദുരന്തം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറകെ ഭയങ്കര പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന അധികാരികൾ മാത്രമേ ഉള്ളൂ. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി യാതൊരു രീതിയിലുള്ള മുൻകരുതലും എടുക്കാൻ ഈ അധികാരികൾ ആരും ഉണ്ടാകുന്നില്ല. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നുകിൽ അവരെന്തെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോപ്പായിട്ടോ കച്ചവടം ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ വഴിയരികിൽ ഇത്ര ഓപ്പണായിട്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്ന യാത്രക്കാർക്ക് വരെ ഭീഷണിയായിട്ട് ഇങ്ങനെയൊരു രീതിയിൽ കച്ചവടം ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇത് കച്ചവടം ചെയ്യുന്നവർക്ക് എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. അവനവന് സംഭവിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഈ നിൽക്കുന്ന പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത ചെറിയ പിള്ളേരെ കച്ചവടം ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്രത്തോളം സാധനം ഉണ്ടെന്ന്. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് അധികാരികൾ.